ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹാഫ് ഇയർ എക്സാം, ക്രിസ്മസ് എക്സാം, +1 ഫിസിക്സിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കുകളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. ആ ടോപ്പിക്സുമാണ് ഞാൻ ഈ ഒരു സിംഗിൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2 പാർട്ടായിട്ടാണ് ചർച്ച ചെയ്യുക. ഇത് നമ്മൾ പാർട്ട് 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് വളരെ പെട്ടെന്നുള്ള ദിവസം തന്നെ രണ്ടാമത്തെ പാർട്ട് കൂടി ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് എടുത്ത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ +2 ഫിസിക്സ് എക്സാം, ഹാഫ് ഇയർ എക്സാം, ഫസ്റ്റ് എക്സാം ക്രിസ്മസ് എക്സാമിൽ ഫസ്റ്റ് എക്സാം ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികൾ അത് തൊട്ടുമ്പത്തെ ആൻസർ കീൻ്റെ വീഡിയോൻ്റെ കമൻറ്റ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരെത്രത്തോളം അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ നിങ്ങളുടെ മാത്സ് എക്സാമൊക്കെ ചെറിയ രീതിയിൽ ടഫ്നെസ്സൊക്കെ ആക്കിയെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ആ ടഫ്നെസ് എല്ലാവർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് ടഫാണെങ്കിൽ ആ പഠിത്തത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിക്കാനായിട്ടുണ്ട്. ദാറ്റ് മീൻസ് പ്രീവിയസും ഇമ്പോർട്ടൻറ്റും മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്കൊക്കെ പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ ഷുവർലി നിങ്ങൾ സങ്കടപ്പെടും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആക്കിയിട്ടും അതുപോലെ കോൺസെപ്റ്റ് റിച്ച്നെസ്സും ആക്കിയിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, 20% പ്ലസ് ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് ഈ ടോപ്പിക്സും അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. അത് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ ഓരോ ചാപ്റ്റേഴ്സും കിടക്കുന്നുണ്ട്. അതിൽ ഞാൻ ഇൻഡയറക്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. മക്കൾ, ഞാൻ പറയുന്ന ടോപ്പിക്സുകൾ നിർബന്ധമായിട്ടും കവർ ചെയ്യുക. എന്നിട്ട് അതിൽ കൂടുതൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്താണ് ഹെൽപ്പ് വേണ്ടത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സക്സസ് ഉണ്ടാവും. അത് വെറുതെ തലയിൽ നിന്ന് ഇരുന്ന് കുറച്ച് ദിവസം മുമ്പ് ഇരുന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത്, അത് കിട്ടുകയും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ തെർമോ ഡൈനാമിക്സ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ എക്സാമിന് തെർമോ ഡൈനാമിക്സ് വരെയാണ് നമ്മൾ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. തെർമോ ഡൈനാമിക്സ് വരെ നമ്മൾ ഈ ഒരു ഹാഫ് ഇയർ എക്സാമിൻ്റെ സിലബസ് ആണെങ്കിൽ തെർമോ ഡൈനാമിക്സിൽ നിന്നും വരെ എന്ത് ചോദിക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സ്കീം ഓഫ് വർക്ക് പ്രകാരമാണെങ്കിൽ തെർമോ ഡൈനാമിക്സ് വരെ നമ്മൾ സിലബസിലുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ തെർമോ ഡൈനാമിക്സ് വരെ ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തെർമോ ഡൈനാമിക്സിൽ നിന്നും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സുകൾ ഇതൊക്കെയാണ്. അതിനാൽ ടോപ്പിക്സ് പറയുന്ന പ്രീവിയസ് ഇയർ കണ്ടിട്ടോ അത് മാത്രമൊന്നും അല്ല കേട്ടോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് പഠിച്ച് നോക്കി നോക്ക്. ഈ പഠിച്ചിട്ട് നിങ്ങളൊന്ന് എക്സാം ഹാളിൽ പോയി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഷുവർലി നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് നിർബന്ധമായിട്ടും ആദ്യം പഠിച്ചു നോക്കുക. ഏത് ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കാർനോട്ട് എൻജിൻ എന്ത് പഠിക്കണം എന്ന് കൂടി ഞാൻ പറയാം. അതുകൊണ്ട് അവസാനം വരെ നിങ്ങളത് കംപ്ലീറ്റ് കണ്ട് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അത് നിങ്ങളനുസരിച്ച് സ്പീഡ് പോസ് ചെയ്തൊക്കെ കണ്ടാൽ മതി. കാർനോട്ട് എൻജിൻ എന്താണെന്നും ഇവിടെ എന്ത് പഠിക്കണം അതുകൂടി ശ്രദ്ധിക്കുക. കാർനോട്ട് എൻജിൻ പഠിക്കുമ്പോൾ അവിടെ പഠിക്കേണ്ട മെയിൻ ഫസ്റ്റ് കോൺസെപ്റ്റാണ് PV ഡയഗ്രാം. കാർനോട്ട് എൻജിൻ്റെ PV ഡയഗ്രാം പഠിക്കുക. ഓക്കെ, ആ PV ഡയഗ്രാം പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് പഠിക്കേണ്ട സംഭവമാണ് എഫിഷ്യൻസി. കാർനോട്ട് എൻജിൻ്റെ എഫിഷ്യൻസിൻ്റെ ഇക്വേഷനാണ് 1 - T2/T1. ഇതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഡെറിവേഷൻ പഠിച്ചാൽ പ്രോബ്ലംസ് കിട്ടും. ഇതാണ് ആദ്യം പഠിച്ചിരിക്കേണ്ട ടോപ്പിക്ക് ഫ്രം തെർമോ ഡൈനാമിക്സ്. അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, നിങ്ങൾ ലെങ്ത് കൂട്ടിയിട്ട് വെറുതെ ലാഗ് ആക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കേണ്ടത് വർക്കിൻ്റെ ഭാഗമാണ്. വർക്ക് ഡണ്ണിൽ തന്നെ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത് ഐസോതെർമൽ പ്രോസസ്സിൻ്റെയും അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെയും വർക്കിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ തന്നെ പഠിക്കണം. ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. അതുകൊണ്ട് എന്ത് പഠിക്കണം എന്ന് കൂടി ഞാൻ മെൻഷൻ ചെയ്തുതരാം. നമുക്ക് ഇതിൻ്റെ ടോപ്പിക്സ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. ഈ ഡെറിവേഷനൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോസ് തെർമോഡൈനാമിക്സിൻ്റെ പ്ലേലിസ്റ്റിൽ കിടക്കാം. അങ്ങനെ ഓരോ ചാപ്റ്ററിലും ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീ ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്താൽ മതി മക്കളെ. ഓക്കെ, ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഒരു കാര്യം പഠിക്കാം. പിന്നെ അവിടെ വൺ വേർഡ് വരുമ്പോഴാണ് ആര് വരിക, ഐസോബാറിക് പ്രോസസ്സിൻ്റെ വർക്കിൻ്റെ വാല്യൂ ഇക്വേഷൻ എന്താണ്. അതുപോലെ ഐസോകോറിക്കിൽ വർക്കില്ല എന്നും 0 ആണെന്നും അറിയാലോ. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഏത് തെർമോഡൈൻ പ്രോസസ്സിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടാവാൻ ചോദിച്ചാൽ അത് ഐസോബാറിക്കാണ്. ഏറ്റവും കുറവ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നന്നായിട്ട് പഠിക്കേണ്ടത്. ഡെറിവേഷൻ മാത്രമല്ല.
ഓക്കെ, ഇതാണ് കുട്ടികൾക്ക് മാർക്ക് പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് ആ ഗ്രാഫ് തന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ, ഈ ഒരു മോഡൽ ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ തന്നിട്ട് ഐഡൻറ്റിഫൈ ABCD ഈ മോഡലൊക്കെ പഠിക്കുക. ഇത് കാണാത്തവർ ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അതിനെ എന്ത് ചെയ്യുക പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പോൾ അതൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല, വേഗം ഓരോ ടോപ്പിക്ക് പോവാം. അപ്പോൾ ഈ ടോപ്പിക്സുകൾ നിർബന്ധമായിട്ടും എവിടെ നിന്ന് പഠിക്കാം മക്കളെ? തെർമോഡൈനാമിക്സ്. ഈ രണ്ട് ടോപ്പിക്, പിന്നെ മെയിനായിട്ട് പറഞ്ഞത് കാർനോട്ട് എഞ്ചിനും പിന്നെ പറഞ്ഞത് വർക്കും. ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്കാണ് കെമിസ്ട്രിയിലും പഠിക്കുന്നത്. കെമിസ്ട്രിയിലും തെർമോഡൈനാമിക്സ് ഉണ്ട്. അതിലൊക്കെ എക്സാമിന് വന്നൊരു കോൺസെപ്റ്റും കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ കെമിസ്ട്രി എക്സാമിന് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഏത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പഠിച്ചു നോക്കണം. മതി. ഇത്രയും കാര്യങ്ങളാണ് തെർമോഡൈനാമിക്സിൽ നിന്നും പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ദെൻ അതിൻ്റെ ഇൻഡയറക്റ്റൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതിൽ കിടക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യാതെ. നെക്സ്റ്റ് ചാപ്റ്റർ അല്ലേ, ഏത് ചാപ്റ്റർ? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, +1 ഫിസിക്സിൻ്റെ ഇപ്പോഴത്തെ 10ാമത്തെ ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ്. ഈ തെർമൽ പ്രോപ്പർട്ടീസിൽ നിന്നും ആദ്യം പഠിച്ചിരിക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ മസ്റ്റ് സ്റ്റഡി അല്ലെങ്കിൽ ആദ്യം പഠിച്ചിരിക്കേണ്ട ടോപ്പിക്ക് മോഡ്സ് ഓഫ് ഹീറ്റ്. ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. ഞാൻ ആദ്യം പറയുന്ന ടോപ്പിക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്യണേ. മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. എന്താണ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ? ഏതൊക്കെയാണ് മോഡ്സ് ഓഫ്, നമ്മൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആരാണ്? സിൽവർ ആണ്. ഓക്കെ, കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ ആണ്. ലാൻഡ് ബ്രീസ്, സീ ബ്രീസിന് കാരണം ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്? കൺവെക്ഷൻ ആണ്. ഈ റേഡിയേഷനിൽ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സൺലൈറ്റ് എർത്തിൻ്റെ സർഫേസിൽ വരുന്നത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഇത് കഴിഞ്ഞാൽ ഏത് ഭാഗം നോക്കേണ്ടത് വെച്ചാൽ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗത്ത് വരുന്ന തെർമൽ എക്സ്പാൻഷൻ ഉണ്ടല്ലോ. ഓക്കെ, തെർമൽ എക്സ്പാൻഷൻ, ലീനിയർ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ, ആ ഒരു ഭാഗം നോക്കണം. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് റെഡിയാക്കി വെക്കാം. ഓക്കെ, അവിടെയാണ് ആൽഫ എയും ആൽഫ എല്ലും ആൽഫ വിയും ഇവരൊക്കെ വരുന്ന റിലേഷൻസൊക്കെ ആ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതാണ് രണ്ടാമത്തെ. ഇത് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ മക്കളെ, ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് വരുന്ന ടെമ്പറേച്ചർ സ്കെയിൽസ് ഒന്ന് നോക്കിയേക്കണം. ഒന്നുമില്ല, സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കാൻ, ഫാരൻഹീറ്റിനെ സെൽഷ്യസിനെ കെൽവിൻ, അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ടെമ്പറേച്ചർ സ്കെയിൽസ് ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തെർമൽ എക്സ്പാൻഷൻ നോക്കുമ്പോൾ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ കൂടി നോക്കിയേക്കണം. അതിനുശേഷം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് കൂടി ഒന്ന് നോക്കിയേക്കണം കേട്ടോ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഒന്ന് മെൻഷൻ ചെയ്തു. അവിടെ ഒരു പ്രോബ്ലം ഒക്കെ വരാം. ആ പ്രോബ്ലമൊക്കെ ഞാൻ ഓൾറെഡി NCERT എക്സസൈസ് കൊണ്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ തെർമൽ പ്രോപ്പർട്ടീസ് പഠിച്ചാൽ നിങ്ങൾ നൈസായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റൂടാ. കൂളായിട്ട് അവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കി നോക്ക്. നെക്സ്റ്റ് ചാപ്റ്ററാണ് ആര്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആരുടെ? ഫ്ലൂയിഡ്സ്. അപ്പോൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന +1 തന്നെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണല്ലോ ഫ്ലൂയിഡ്സ്. ആ ഫ്ലൂയിഡ്സിൽ ആദ്യം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതാണ് ആര്? ബെർണോളിസ് പ്രിൻസിപ്പിൾ. എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ഫ്ലൂയിഡ് ആണ്. അതിന് ഇൻഡയറക്റ്റ് വേർഡ്സ് ഒക്കെ പഠിക്കണം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, ഡെറിവേഷൻസ് പഠിക്കുക, ആപ്ലിക്കേഷൻ പഠിക്കുക. ഈ ആപ്ലിക്കേഷനിലാണ് ടോറിസെല്ലീസ് ലോ വരിക. ആ ഭാഗം നോക്കുക, പ്രോബ്ലംസ് ഒന്നും വരില്ല. പിന്നെ പഠിച്ചിരിക്കേണ്ട ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമില്ലടാ, നമ്മളെ ക്യാപ്പിലാരിറ്റീൻ്റെ ഭാഗമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുക. ഞാൻ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി പറയും, ഞാൻ ഗസ് ചെയ്യുന്നതാണ്. ക്യാപ്പിലാരിറ്റിയിൽ നമ്മൾ ക്യാപ്പിലാരി ഹൈറ്റ് ഓർ റൈസിൻ്റെ ഇക്വേഷൻ H=2s cos θ by AρG അല്ലെങ്കിൽ ROG എന്നൊക്കെ പറയുന്ന ആ ഇക്വേഷൻ്റെ ഡെറിവേഷൻ പഠിക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്താണ് പഠിക്കേണ്ടത് സാറേ ചോദിച്ചു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഞാൻ പറയാം, ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന പാസ്കൽസ് ലോ ഇല്ലേ, പാസ്കൽസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം. പാസ്കൽസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഹൈഡ്രോളിക് ലിഫ്റ്റിനെ കുറിച്ചും പഠിച്ചു നോക്കാം. ഹൈഡ്രോളിക് ലിഫ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ബേസിക് ഒരു പ്രോബ്ലം ഒക്കെ അവിടെ നിന്ന് ചോദിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ കാരണം വലിയ ചാപ്റ്ററാണോ, അതുകൊണ്ട് ഈ 3 ടോപ്പിക്ക് മാത്രം പഠിച്ചാലൊന്നും പോരാ. ഓക്കെ, ദെൻ അവിടെ നിന്ന് ഞാൻ പിന്നെ ഗസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റീൻ്റെ ഒരു ഭാഗമില്ലേ. ഓക്കെ, ബെർണോളിയൊക്കെ കഴിഞ്ഞ് വിസ്കോസിറ്റി ഒക്കെ പറഞ്ഞ് സ്റ്റോക്സ് ലോ പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, 2/9 ഈറ്റ r² ഇൻറ്റു റോ മൈനസ് സിഗ്മ എന്ന് പറഞ്ഞിട്ട് 2/9 ഈറ്റ r² ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി എന്ന് പറയുന്ന ആ ഇക്വേഷൻ്റെ ഡെറിവേഷൻ. അവിടെ ഗ്രാഫൊക്കെ ഉണ്ട്, പ്രോബ്ലംസ് ഒക്കെ വരുന്ന ഈ ഒരു ഗ്രാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ട് നല്ല ലെവൽ വന്നാൽ നിങ്ങൾ സേഫായിട്ട് സ്കോർ ചെയ്യാൻ ഏബിൾ ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് 1 വേർഡ് പഠിക്കണം. ഏത്? സ്ട്രീം ലൈൻ ഫ്ലോയും
ടേർബുലൻറ്റ് ഫ്ലോയും തമ്മിൽ ഡിഫറൻസ് ഒന്ന് നോക്കിയേക്കണേ. കാരണം പറയാം എല്ലാം ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല നോക്കണ്ടേ. സ്ട്രീം ലൈൻ ഫ്ലോ, ടേർബുലൻറ്റ് ഫ്ലോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, സ്ട്രീം ലൈൻ ഫ്ലോയും ടേർബുലൻറ്റ് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാം. പിന്നെ വിസ്കോസിറ്റിൻ്റെ SI യൂണിറ്റ് എന്താണ്, സർഫേസ് ടെൻഷൻ എന്താണ്, അങ്ങനത്തെ വൺ വേർഡ് കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ വാട്ടർ ഡ്രോപ്സ് ആർ അസ്യൂംഡ് ടു ബി സ്ഫെരിക്കൽ ഇൻ ഷേപ്പ്, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ നന്നായിട്ടുള്ള ചാപ്റ്ററും കൂടിയാണ് ഫ്ലൂയിഡ്സ്. പിന്നീട് തൊട്ടുമ്പത്തെ ചാപ്റ്ററാണ് ഒരു ബേസ് ചാപ്റ്റർ അല്ലേ, സോളിഡ്സ്. വേഗം പഠിച്ചു തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് സോളിഡ്സ്. സോളിഡ്സിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്ക് അത് ആര് തന്നെയാണോടാ, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓർ കേവ് പഠിച്ചിരിക്കുക. ഒരു ടിപ്പിക്കൽ മെറ്റലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, ആ ഒരു ഗ്രാഫ് പഠിക്കുക. ഗ്രാഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള പല മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി നോക്കുക. ഓക്കെ, കോൺസെപ്റ്റ് ഞാനിതിൽ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ് ഒരു ഹൂക്സിലോ. ഹൂക്സിലോ എന്താണ്, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് ഇത് ഏത് ലോ എന്നൊക്കെ ചോദിക്കാം. ഹൂക്സിലോ അതിൻ്റെ കൂടെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൂടി പഠിച്ചിട്ടുണ്ടാവണം. ഹൂക്സിലോ ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ആ ബീമിൻ്റെ ഭാഗത്ത് ഐ സ്റ്റേഷൻ്റെ ഒരു കാര്യം പറയുന്നില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ഇങ്ങനെ അടിപൊളിയായി. ഐ സ്റ്റേഷൻ്റെ ഭാഗവും അതുപോലെ തന്നെ റെയർ വരികയാണെങ്കിൽ ഇലാസ്റ്റോമേഴ്സിൻ്റെ ഭാഗം കൂടി ഞാനൊന്ന് സ്ട്രെസ് ചെയ്യാൻ പറയും, ടഫ്നെസ് വരികയാണെങ്കിൽ. ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ സോളിഡ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നൈസായിട്ട് ചെയ്യാൻ പറ്റൂടാ. പിന്നെയുള്ള 9 ചാപ്റ്റർ ആണല്ലോ ഗ്രാവിറ്റേഷനിൽ ഏത് ടോപ്പിക്സുകളാണ് ആദ്യം ഹൈലൈറ്റ് ചെയ്യേണ്ട SRM ചോദിച്ചാൽ ഞാൻ അത് പറയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ കുറിച്ച് പഠിക്കുക. അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ G, ക്യാപിറ്റൽ M, ക്യാപിറ്റൽ R, അതായത് GM/R². എന്നിട്ട് അതിൻ്റെ എബവ് ഹൈറ്റ് H ആയിട്ടുള്ള GHൻ്റെ ഡെറിവേഷനും അതുപോലെ ബിലോ ഡെപ്ത് D, GDൻ്റെയും ഇക്വേഷൻ. G/1 - 2H/R ആണ്, GD G/1 - D/R ആണ്. പിന്നെ ഇവർ തമ്മിലുള്ള ഗ്രാഫ് ഒന്ന് നോക്കിയേക്കണം. ഓക്കെ, Gയും Dയും തമ്മിലുള്ള ഡിസ്റ്റൻസും Rഉം Gയും തമ്മിലുള്ള ഗ്രാഫ്. ഇവിടെ ആരുണ്ടാവും, GH, ഉള്ളിൽ GD ഒക്കെ വരുന്ന ഈ ഒരു ഗ്രാഫ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഇവിടെ നിന്ന് ഒരു പ്രോബ്ലം ഒക്കെ ചോദിക്കുന്നതിന് ഒരു തെറ്റൂല. ഓക്കെ, ഗ്രാവിറ്റിയിൽ നിന്ന് പ്രോബ്ലം വരും. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് എസ്കേപ്പ് സ്പീഡാണ്. V = √2gm/r ഡെറിവേഷൻ പഠിക്കണം. √2gm അത് എർത്തിൻ്റെ കേസ് ആകുമ്പോൾ 11.2 km/s ആണ്. അത് ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ കോൺസെപ്റ്റൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണേ. ഇത് കഴിഞ്ഞാൽ പിന്നെ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ഓർബിറ്റൽ സ്പീഡിൻ്റെ ഭാഗം. അതായത് ഓർബിറ്റൽ സ്പീഡ് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ VO = √2gm/r 2 കട്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, ഈ കാര്യങ്ങൾ. പിന്നെ എനർജി ഓഫ് സാറ്റലൈറ്റ്. ഓക്കെ, സാറ്റലൈറ്റിൻ്റെ എനർജി പഠിച്ചിരിക്കണം. ഫുൾ മാർക്ക് വേണമെങ്കിൽ ഇത് നോക്കിയിട്ടുണ്ടാവണം. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞില്ലടാ കെപ്ലർസ് ലോസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കുക. കെപ്ലർസ് ലോസ് എന്ന് പറഞ്ഞാൽ 3 എഴുതണം. കഴിഞ്ഞ പബ്ലിക്കിന് വന്നപ്പോൾ കുറച്ച് ആൾക്കാർക്ക് എന്ത് എഴുതാനേ പറ്റിയിട്ടുള്ളൂ, ഫസ്റ്റ് ലോ മാത്രം എഴുതിക്കോ. അങ്ങനെ ക്വസ്റ്റ്യനൊക്കെ ശരിക്കും വായിച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്തേക്കണം. പിന്നെ വരുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനാണ്. റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഫസ്റ്റ് നോക്കേണ്ട ടോപ്പിക്ക് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് അല്ലേ, അതാരാണ്, ടോർക്കും ആംഗുലാർ മൊമെൻറ്റും തമ്മിലുള്ള ബന്ധമാണ്. ദാറ്റ് ഈസ് ടോ വെക്ടർ = d/dt L വെക്ടറിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. അത് പഠിച്ച ഉടനെ തന്നെ എന്ത് പഠിക്കണം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അവിടെ തന്നെ പല മോഡൽ ക്വസ്റ്റ്യൻസ് വരാം. അതിൽ ആപ്ലിക്കേഷൻ അപ്പോഴാണ് ആ ബാലറ്റഡ് ആൻസറിൻ്റെ കേസുകളൊക്കെ വരുന്നത്. ഓക്കെ, ബാലറ്റഡ് ആൻസറിൻ്റെ 2 പോസുകൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ എഗ്ഗിൻ്റെ സിറ്റുവേഷൻസ്, റോ എഗ്, ബോയിൽഡ് എഗ്ഗിൻ്റെ കേസ്. പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് ഒരു പ്രോബ്ലം വന്ന ക്വസ്റ്റ്യൻ നല്ല ക്വാളിറ്റി ആയി. ഓക്കെ, പിന്നെ റൊട്ടേഷണൽ മോഷനിൽ ഏതാണ് പഠിച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തിയറി ക്വസ്റ്റ്യനൊക്കെ വരുന്ന ഭാഗം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യാണ്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താണ്, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ആ ഒരു കേസ് നോക്കാം. പിന്നെ ഡിഫറെൻറ്റ് റിങ്, ഡിസ്ക്, അതിൻ്റെയൊക്കെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഒന്ന് പഠിച്ചു വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് സെൻറ്റർ ഓഫ് മാസ്. ആരാണ് സെൻറ്റർ ഓഫ് മാസിലെ പ്രോബ്ലംസ് ഒന്ന് ചെയ്യാൻ അറിയണം. അതുപോലെ വെക്റ്റർ പ്രോഡക്റ്റ് ഓഫ് 2 വെക്റ്റേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റൊട്ടേഷനിൽ നിന്ന് പഠിച്ചിരിക്കണം. നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തണം മക്കളെ. ഞാൻ സ്പീഡാവുന്നതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. പിന്നെയുള്ളത് വർക്ക് എനർജി ആൻഡ് പവർ. ഓക്കെ, വർക്ക് എനർജി ആൻഡ് പവർ. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. വർക്ക് എനർജിയും കൂടി ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. വർക്ക് എനർജി ആൻഡ് പവറിൽ കൺസർവേഷൻ ഓഫ് എനർജീൻ്റെ ഭാഗമാണ് ആദ്യം സ്ട്രെസ് ചെയ്യേണ്ടത്. കൺസർവേഷൻ ഓഫ് എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. അതായത് MgH, ABCയിൽ MgH കിട്ടുന്നു. അതിൻ്റെ ഗ്രാഫൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ ഗ്രാഫ്
ഹൈറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഗ്രാഫ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് വർക്കാണ്. വർക്ക് 3 ടൈപ്സിലെ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ ഈ ഭാഗങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. പിന്നെ പവറിൻ്റെ ഭാഗം, പവർ അവൻ്റെ വെക്റ്റർ ഫോം, പവർ എന്താണ് അവൻ്റെ ഇക്വേഷനൊക്കെ അറിയണം, എസ്പെഷ്യലി അതിൻ്റെ വെക്റ്റർ ഫോം, ഒരു പ്രോബ്ലം അവിടെ നിന്ന് ചോദിക്കാം. ഇത് പഠിച്ചതിന് ശേഷം കൊളീഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം അറിയണം. കൊളീഷൻ എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊളീഷൻ. അതിൽ തന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പറയാം പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഒന്ന് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നന്നായിട്ടൊന്ന് സ്ട്രെസ് ചെയ്യുക. പിന്നെ സ്പ്രിങ്ങിൻ്റെ കേസിൽ വരുന്ന ഗ്രാഫിലെ കൺസർവേഷൻ ഓഫ് എനർജിയിൽ സ്പ്രിങ് വരുന്ന സമയത്തുള്ള ഈ ഒരു ഗ്രാഫ്, അപ്പോൾ നമ്മൾ ഓസിലേഷനിലൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഗ്രാഫ്. ഓക്കെ, ഈ ഗ്രാഫ് അതിൽ ആരാണ് കൈനറ്റ്, ഇതേതാണ്, ഇവൻ ആരാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഏതിൽ നമ്മുടെ വർക്ക് എനർജി ആൻഡ് പവറിൽ സ്ട്രെസ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആണ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ കുഷിയോളെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ഓൾറെഡി വീഡിയോസ് ആയിട്ട് ഓരോ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കിടക്കുന്നുണ്ട് മക്കളെ. നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. ഓക്കെ, ഞാൻ ഫ്രീ ആവുന്നതനുസരിച്ചാണ് വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ ബാക്കി ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആണ്, ഹെൽപ്ഫുൾ ആണെങ്കിൽ നമുക്ക് നോക്കാം. ബാക്കി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, നന്നായിട്ടിരുന്ന് പഠിക്കുക, തലേന്നിരുന്ന് പഠിക്കുന്നത് ഒഴിവാക്കുക, ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിക്കുന്നത് മാത്രം ഒഴിവാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അനലൈസ് ചെയ്ത് പറഞ്ഞത്, ഇമ്പോർട്ടൻറ്റ് മാത്രമല്ല കേട്ടല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഓൾറെഡി ചെയ്തതിലും ഇമ്പോർട്ടൻറ്റ് മാത്രമായിട്ടൊന്നുമല്ല പറയുന്നത്. ഒന്നും ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഷുവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് അടുത്ത ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇതുപോലെ ഞാൻ എന്തൊക്കെ സ്ട്രെസ് ചെയ്യണം കൂടുതലായിട്ട് എന്നുള്ളത് എല്ലാ ടൈപ്പ് കുട്ടികൾക്കും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യണം മക്കളെ. നന്നായിട്ട് ഇരുന്ന് പഠിക്കട്ടോ. ഓക്കെ, താങ്ക് യു.